തിരുവനന്തപുരം കമലേശ്വരം സ്വദേശികളായ ഗ്രീമയും അമ്മയും സൈനൈഡ് കഴിച്ചു മരിച്ചതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗ്രീമയെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ നിരന്തരം പരിഹസിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. എംടെക്കുകാരിയായ ഗ്രീമയ്ക്ക് വിദ്യാഭ്യാസം കുറവെന്നാണ് ഭർത്താവിന്റെ പരിഹാസം. എംടെക്കാണ് കേട്ടോ, എംടെക്കുകാരിയാണ് ഗ്രീമ. എന്നിട്ടാണ് ഈ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് വിദ്യാഭ്യാസം കുറവെന്ന്. എംടെക്കിനേക്കാൾ മുകളിൽ പിന്നെ ഉള്ളത് PhD ഒക്കെ ഉള്ളൂ. IIT റാങ്ക് ജേതാവാണ് ഉണ്ണികൃഷ്ണൻ. റാങ്ക് ജേതാക്കൾക്കൊക്കെ എന്തോ ഒരു ചെറിയ പ്രശ്നമില്ല എന്ന് തോന്നിയിട്ടില്ല പലപ്പോഴും. കൂടുതൽ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയെ ലഭിക്കുമായിരുന്നുവെന്ന് വീട്ടുകാരും കുറ്റം പറഞ്ഞിരുന്നു. ഗ്രീമ മോഡേൺ അല്ലെന്നും ഭർത്താവ് കുറ്റപ്പെടുത്തി. 200 പവൻ കൊടുത്തിട്ടും സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു. വിദേശത്തുള്ള ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ ഫോൺ വിളിക്കുകയോ ഗ്രീമ വിളിച്ചാൽ എടുക്കുകയോ ചെയ്യില്ല. ഗ്രീമ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. മുംബൈയിൽ അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണനെ ഇന്ന് നാട്ടിലെത്തിക്കും. ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സാന്ത്വന സാജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന സാജു, വെരി ഗുഡ് മോർണിംഗ് സാന്ത്വന. ഈ ഉണ്ണികൃഷ്ണനെ പോലെ കുറെ ആളുകൾ നമ്മൾ ചുറ്റുപാടും കണ്ടിട്ടുണ്ട്. അയാൾ നേടിയ അക്കാദമിക് ബിരുദത്തിന്റെയും നേട്ടങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ ചുറ്റുപാടും ഇരിക്കുന്നവരെ ബിലിറ്റിൽ ചെയ്യുക, ചെറുതാക്കുക, ആക്ഷേപിക്കുക, ഇങ്ങനെയുള്ള ചില സംഭവങ്ങളുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അതും സ്വന്തം ഭാര്യയെ, അതും എംടെക്കുകാരിയായ സാമ്പത്തിക നിലയിൽ ഇയാളോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ പലയിടങ്ങളിലും വെച്ച് ഇയാൾ ആക്ഷേപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് വിദ്യാഭ്യാസമാണോ ഇയാൾ IIT നേടിയെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണോ ബന്ധുക്കൾ ഈ ഉണ്ണികൃഷ്ണനെതിരെ ഉയർത്തുന്നത്? മാത്രമല്ല അതിൽ സങ്കടകരമായ കാര്യം, ഗ്രീമയ്ക്ക് അമ്മയും പോയതോടുകൂടി സഹോദരങ്ങളെന്ന് പറയാൻ ആരുമില്ല ഈ ബന്ധുക്കളല്ലാതെ, അല്ലേ? അരുൺ, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഇതിലെ വിശദാംശങ്ങളൊക്കെ തന്നെയും പുറത്തു വരികയാണ്. ഇപ്പോൾ കൂടുതൽ നമുക്ക് വിഷമം തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരുടെ ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഗ്രീമയുടെയും അമ്മയുടെയും മരണവുമായി ബന്ധപ്പെട്ട ഇതിൽ നമ്മൾ അവരുടെ വീട്ടിൽ പോയിരുന്നു. അവർ മരിച്ച കിടന്ന ആ വീട്ടിൽ പോയിരുന്നു. ഗ്രീമയുടെ അമ്മയുടെ 2 സഹോദരങ്ങളാണ് നിലവിൽ ഇപ്പോൾ ആ വീട്ടിൽ ഉള്ളത്. അവരെ മരണാനന്തര ചടങ്ങുമൊക്കെയായി ബന്ധപ്പെട്ട് അവിടെ ഉള്ളതാണ്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അരുൺ സൂചിപ്പിച്ചത്. ഈ നിരന്തരമായി ഈ ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. എംടെക്കുകാരിയാണ് ഗ്രീമ. LBS കോളേജിൽ നിന്നാണ് എംടെക് എടുത്തത്. പക്ഷേ എംടെക് ആയിരുന്നിട്ട് പോലും IIT റാങ്ക് ഹോൾഡറായ ഉണ്ണികൃഷ്ണൻ പലപ്പോഴും ഇത്തരത്തിൽ ഗ്രീമയെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അവർക്ക് കുറച്ചുകൂടി നല്ല ഒരു ബന്ധം കിട്ടുമായിരുന്നു. ഡോക്ടർമാരടക്കമുള്ള ആളുകളൊക്കെ തന്നെ വിവാഹാലോചനയൊക്കെ വന്നതാണ്. ഗ്രീമയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് പല ഘട്ടത്തിലും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 200 പവൻ സ്വർണം നൽകിയാണ് ഇവർ ഗ്രീമയെ വിവാഹം കഴിച്ചയച്ചത്. പക്ഷെ അതിൽ കൂടുതൽ സ്വർണവും പണവും ഒക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്നും തനിക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു കാലിബർ തനിക്ക് ഉണ്ടായിരുന്നു എന്ന് പല തരത്തിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി കുടുംബം പറയുന്നുണ്ട്. അത് മാത്രമല്ല, അയർലൻഡിൽ കുറെ അധികം നാളുകളായി അയർലൻഡിൽ നിന്ന് അവിടെ പഠിച്ച PhDക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഈ ഗ്രീമ നാട്ടിലും ഉണ്ണികൃഷ്ണൻ അയർലൻഡിലുമാണ് ഉണ്ടായിരുന്നത്. പല ഘട്ടങ്ങളിലും അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ച് ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് കൂടി ഈ ബന്ധുക്കളായ ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 5-6 വർഷം ഇയാൾക്ക് വേണ്ടി ഈ ഗ്രീമ കാത്തിരുന്നു എന്ന് തന്നെ പറയുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പല ഘട്ടങ്ങളിലും ഇയാൾ നാട്ടിൽ വരുമ്പോൾ ഇയാൾ അറിയിക്കില്ല നാട്ടിൽ വന്നു എന്നുള്ള കാര്യം. അവരുടെ ബന്ധുക്കളൊക്കെ ആരെങ്കിലും പറഞ്ഞറിയുമ്പോൾ ഗ്രീമ അവിടെ ചെല്ലും. പക്ഷെ അവിടെ ചെന്നാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഗ്രീമയോട് ആ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകൂ എന്ന്, സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകൂ എന്ന് ഇയാൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്ന് കൂടി ബന്ധുക്കൾ എന്തായാലും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇയാളുടെ ഒരു ബന്ധു മരിച്ചതുമായി ബന്ധപ്പെട്ട ഇയാൾ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വന്നപ്പോൾ ഗ്രീമയും അമ്മയും ഈ മരണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആ വീട്ടിൽ, ഈ ഉണ്ണികൃഷ്ണന്റെ ബന്ധുവിന്റെ വീട്ടില് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് ഇവർ ഈ മരണാനന്തര ചടങ്ങൊക്കെ കഴിഞ്ഞ് പോകുവാണെന്ന് പറയാൻ വേണ്ടി ഉണ്ണികൃഷ്ണന്റെ അടുത്ത് ചെന്നപ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് എന്നോട് പോകുവാണെന്ന് പറയുന്നത് എന്ന രീതിയിലൊക്കെ സംസാരിച്ച് അത് ചെറിയൊരു വാക്കുതർക്കത്തിലേക്കൊക്കെ കലാശിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഗ്രീമയുടെ അമ്മയ്ക്ക് അവിടെ വെച്ച് ചെറിയ രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. ആ ഒരു ദുഃഖത്തിലാണ് ഇവർ തിരിച്ച വീട്ടിലേക്ക് വന്ന് ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യം തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. ഇപ്പോൾ എന്തായാലും പൂന്തുറ പോലീസ് മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മുംബൈ എയർപോർട്ടിൽ വെച്ച് ഇയാളെ മുംബൈ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തിരിച്ച് പൂന്തുറ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇയാൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസ് നിലവിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കൊണ്ടുവന്ന് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ്. കല്യാണമൊക്കെ കഴിക്കുന്ന സമയത്ത് വലിയ സന്തോഷത്തിലായിരുന്നു. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു ഗ്രീമയുടെ അച്ഛൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം അച്ഛൻ ഈ സങ്കടത്തെ തുടർന്ന് ഹൃദ്രോഗം ബാധിച്ച് മരിക്കുന്നു, കുഴഞ്ഞു വീഴുന്നു. പിന്നീട് ഇപ്പോൾ അമ്മയും മകളും ആത്മഹത്യ ചെയ്യുന്നു. ഇനി ആ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആരുമില്ല, എല്ലാം പോയി എന്നുള്ളതാണ്. അത്ര സന്തോഷത്തോടെയാണ് കല്യാണം. 25 ദിവസം കണ്ടല്ലേ ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ സാന്ത്വന?
അതെ അരുൺ, 6 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. ഈ 6 വർഷത്തിന് മുമ്പ് 200 പവനൊക്കെ നൽകി വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ കൃഷി ഓഫീസറായ രാജീവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ സജിതയും മകളായി ഗ്രീമയെ വിവാഹം കഴിച്ചയച്ചത്. പക്ഷേ 25 ദിവസം മാത്രമാണ് ഇവർ ഒന്നിച്ച് താമസിച്ചത്. ആത്മഹത്യാക്കുറിപ്പിൽ അത് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. 25 ദിവസമാണ് എന്റെ മകളും അയാളുമായി ഒന്നിച്ച് ജീവിച്ചത്. 25 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വസ്ത്രം ഊരി മാറ്റുന്ന ലാഘവത്തോടെ എന്റെ മകളെ അയാൾ ഉപേക്ഷിച്ചു എന്നാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ ഗ്രീമയുടെ അമ്മ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ 25 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ തിരിച്ച് അയർലൻഡിലേക്ക് പോകുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നീടാണ് ഇയാൾക്ക് ഇത്തരത്തിലുള്ള തോന്നലുകൾ, ഗ്രീമ മോഡേൺ അല്ല, ഗ്രീമയ്ക്ക് പഠനം കുറവാണ്, സ്ത്രീധനം കിട്ടിയത് പോരാ തുടങ്ങി നിരവധി കാര്യം പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഈ കുട്ടിയെ അയാൾ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടിൽ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇയാൾ ഒരു ഡിവോഴ്സിന് പോലും സമ്മതിച്ചില്ല എന്നുള്ള കാര്യം കൂടി ബന്ധുക്കൾ പറയുന്നുണ്ട്. ഒഴിവാക്കാമായിരുന്നു എന്നുള്ള ഇയാൾക്കൊക്കെ ഈ കല്യാണം എന്ന് പറയുന്നത് ഒന്ന് സ്ത്രീധനം വാങ്ങാനുള്ള ഒരു പരിപാടി, 2 നാട്ടുകാരുടെ മുമ്പിലെ സ്റ്റാറ്റസ് സിമ്പിൾ, അത്രേ ഉള്ളൂ. ഈ അതൊക്കെ ഡിവോഴ്സ് കൊടുത്താൽ നാട്ടുകാർ പറയുള്ളൂ. ഡിവോഴ്സ് ആണെന്ന് പറയുന്നത് ഒരു വലിയ കുറ്റമായിട്ട് കണക്കാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറെ ആളുകളെ നമുക്കറിയാം. താങ്ക് യു സാന്ത്വന, താങ്ക് യു.